89.6 FM സർഗക്ഷേത്ര കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാനയുടെ സമയം തുടങ്ങുമ്പോൾ പതിവുപോലെ തന്നെ കോട്ടയം ജിംഖാനയുടെ ഭാഗമായിട്ട് പുതിയ ഒരു ഹെൽത്ത് ക്ലബ്ബ് അന്വേഷിച്ചുകൊണ്ട് രണ്ടുപേരുടെ യാത്രയോടെ തുടങ്ങുവാണ്. അതെ RJ ബിൻസിയും പിന്നെ സർഗക്ഷേത്രയും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞ ആഴ്ച പാലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പാലയിൽ ഒന്നൊരു അന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് പോയത്. ഇന്ന് നമ്മൾ പാലയിൽ ഒരു അടിപൊളി ജിമ്മ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വന്ന് 4ാം നിലയോ 5ാം നിലയോ കയറി അതിന് മുകളിൽ വന്ന് നിൽക്കുകയാണ് ഞാൻ. നമ്മളെന്ന് പറഞ്ഞ ആരാണ്? ഞാനും സർഗക്ഷേത്രയുടെ മൈക്കും. അല്ല, അപ്പൊ ഞാനില്ലേ? ഞാനാരാ? ഞാൻ അതെ, നമുക്ക് ഡ്രൈവറിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് കാരണം മിനു സാറിനെയും കൂടെ കൂട്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കോട്ടയം ജിംഖാന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലയിലാണ്. ബിൻസി മാം പറഞ്ഞതുപോലെ അത്ര ബഹുമാനം മതി. ഓക്കെ, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഇതിന്റെ എല്ലാത്തിന്റെയും ഉന്നത അധികാരിയായിട്ടുള്ള ബിൻസിയെ നിയന്ത്രിക്കുന്ന വിനുവും കൂടിയാണ് ജിംഖാനയ്ക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. അങ്ങനെ തന്നെ. പാലയിലാണ് നമ്മൾ. കഴിഞ്ഞ ആഴ്ചയിലും പാലയിലായിരുന്നു. പാലയിലെ ഒരു കലക്കൻ, ഒരു കിഡിലൻ ഹെൽത്ത് ക്ലബ്ബ് കണ്ടതിന്റെ സന്തോഷത്തിൽ നമ്മൾ ചെല്ലാൻ പോകുന്ന ഹെൽത്ത് ക്ലബിന്റെ പേര് ആലോചിക്കേണ്ടി വരും. ബിൻസിക്ക് ആലോചിക്കേണ്ടി വരും. ഇല്ല, ഞാൻ പറഞ്ഞോളാം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഹിൽ ഫോക്സ് ജിം. എന്തോ ഹിൽ ഫോക്സ് ജിമ്മിന്റെ അകത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പടികൾ നടന്ന് കയറി ഏറ്റവും ടോപ്പിലേക്ക് എത്തിയേക്കോണ്ടോ. ടോപ്പില് ഇതേ കുട്ടികളുടെയൊക്കെ കലബില ബഹളമൊക്കെ ഇവിടെ കേൾക്കാം. ഇവിടെ ഭയങ്കര വർക്കൗട്ട് നടക്കുന്നു. കുറച്ചുപേർ വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നു. ഓക്കെ, നമ്മൾ ഉന്നതങ്ങളിൽ ചിന്തിച്ചു തുടങ്ങുകയാണ്. കാരണം 4ാം നിലയിലാണ് നിൽക്കുന്നത്. അതെ, നല്ല പോലെ കയറ്റം കയറിയാണ് ഞാനിങ്ങ് വന്നത്. എനിക്ക് എന്തായാലും ക്ഷീണമുണ്ട്. ഓക്കെ, ക്ഷീണത്തിന്റെ ഭാഗമായിട്ട് റേഡിയോയിൽ പാട്ടുകൾ വരുമ്പോഴത്തേക്കും എന്താണ്, ഏതൊക്കെയാണ്, ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവുമായിട്ട് ഞങ്ങൾ വരും. ഇത് സർഗക്ഷേത്ര 89.6 കോട്ടയം ജിംഖാനയിൽ വിനു പിന്നെ വിൻസി. 89.6 FM സർഗക്ഷേത്ര കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന ഹിൽ ഫോക്സ് ജിമ്മിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എത്തിയിട്ടുള്ളതെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ കോട്ടയത്തല്ല, കോട്ടയം ജില്ലയിൽ തന്നെയാണ്. പിന്നെ എവിടെയാണ്? നമ്മുടെ സ്വന്തം പാലയിലാണ്. പാലയിൽ നമ്മള് യാത്ര തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2ാമത്തെ ഹെൽത്ത് ക്ലബിലേക്കാണ് എത്താൻ പോകുന്നത്. അങ്ങനെ ഇനി പാലയിലെ ഓരോ ഇടങ്ങളും തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കുക എന്നുള്ള ഉദ്ദേശം നമുക്ക് ഉണ്ട്. വെറും സ്ഥലങ്ങളല്ല, അത് ഓപ്പൺ മൈക്കിലൂടെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചതാണ്. ഇത് ജിമ്മുകൾ. അതെ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹെൽത്ത് ക്ലബ്ബുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രയാണ്. അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ട് ഇതിന്റെ എല്ലാമായിട്ടുള്ള ആശാന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഹലോ മിസ്റ്റർ ആശാൻ. ഹലോ ആശാൻ, ഒന്ന് പരിചയപ്പെടുത്തിയേ. എൻ്റെ പേര് ജിൻസ്, പാലയിൽ തന്നെ വീട്, ഹിൽ ഫോക്സ് ജിമ്മിന്റെ ഓണറാണ്. ഓക്കെ, ഈ ഹെൽത്ത് ക്ലബ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ട് എത്ര നാളായി? അപ്പോൾ ഞാനൊരു 12-13 വർഷമായി. 13 വർഷം മുൻപും ഈ സ്പേസ് ഇങ്ങനെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇത് തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. 2 വർഷം. 13 വർഷം മുൻപ് ആരംഭിച്ചൊരു പ്രസ്ഥാനം. ഇപ്പൊ ഏകദേശം നമ്മളിപ്പോ ഏരിയ നോക്കി കഴിഞ്ഞാൽ ഒരു 5000 സ്ക്വയർ ഫീറ്റോ. ഞാൻ ഫിറ്റ്നസ് ഫീൽഡിലോട്ടായിട്ട് 13 വർഷമായി. ഇവിടെ തുടങ്ങിയിട്ട് 2 വർഷമായി. ഓക്കെ, ഫിറ്റ്നസ് ഫീൽഡിലേക്ക് വന്നിട്ട് 13 വർഷം. ഇവിടെ ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയിട്ട് 2 വർഷം. തുടങ്ങിയപ്പോൾ ഇത്രയും വലിയ ഒരു ഹെൽത്ത് ക്ലബ്ബ് ആണോ? ഫ്ലോർ ഇത്രയും വലിപ്പമുള്ളതായിരുന്നു, ആൾക്കാർ കുറവായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇത് നിറച്ചും ആളുകൾ വരും എന്നുള്ള. ഓക്കെ, 2 വർഷം കൊണ്ട് ഇത് സാധിച്ചു. ഞങ്ങളിപ്പോ പോയ ഹെൽത്ത് ക്ലബ്ബുകളിലെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ബിൻസി നല്ല സ്പേസ് ഉള്ള ഒരിടമായിട്ട് ഇത് കാണുമ്പോൾ തോന്നുന്നു. ഞാൻ വന്നു കയറിയപ്പോ തന്നെ പറയായിരുന്നു, നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സ്ഥലം, ഓടി നടന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഏകദേശം എത്ര ഏരിയ വരുന്നുണ്ട്? ഇത് 8500 സ്ക്വയർ ഫീറ്റ്. 8500 സ്ക്വയർ ഫീറ്റ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഇതൊരു ഓഡിറ്റോറിയം ആക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും കേട്ടോ. പക്ഷെ അത്രത്തോളം വലിയ സ്പേസ് ആണ്. ഒത്തിരി പേർ ഇവിടെ പല രീതിയിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പേരുണ്ട് ഇവിടെ മൊത്തത്തിൽ? മൊത്തം ഡെയിലി ഒരു 10-200 പേര് അടുത്ത് വരുന്നുണ്ട്. ഡെയിലി വരുന്നവര് കോളേജിൽ പഠിക്കുന്നവരും സ്കൂൾ +2 പഠിക്കുന്നവരൊക്കെ മുതൽ ഉണ്ട്. ഒപ്പം പണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ, അതായത് 2 വർഷം മുൻപ് തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ വരെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ട്. എല്ലാരും കണ്ടിന്യൂ ചെയ്യത്തില്ല, ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നിർത്തും, പിന്നെയും വരും, അങ്ങനെ. ഓക്കെ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രെയിനിങ് സംവിധാനം ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കും. ആദ്യം വരുമ്പോൾ ഒരു 2 ആഴ്ചത്തേക്ക് നമ്മൾ കൂടെ നിന്നിട്ട് ചെയ്യിപ്പിക്കും. വേറെ ഇടത്ത് കാണാത്ത ഇവിടെ മാത്രം കണ്ട ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ബിൻസി, എറണാകുളത്ത്, ഇപ്പോൾ ഞാൻ കൊച്ചിക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എറണാകുളത്ത് നമ്മൾ മഹാരാജാസ് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ ഗ്രൗണ്ടിന്റെ ഏറ്റവും ഔട്ടർ സർക്കിളായിട്ട് നമുക്ക് സിന്തനറ്റിക് ട്രാക്ക് കാണാൻ പറ്റും. അപ്പോൾ അകത്ത് ഫുട്ബോൾ പോലെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ പുറത്ത് കുട്ടികൾ റണ്ണിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ട്രാക്ക് കാണുന്നുണ്ടല്ലോ, ഒരു ട്രാക്ക് അല്ല 2 ട്രാക്ക് കാണുന്നുണ്ടല്ലോ. നമ്മൾ ഒരു ഹെൽത്ത് ക്ലബിലും ഇതുവരെ കണ്ടിട്ടില്ല. 8000 സ്ക്വയർ ഫീറ്റിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ട്രെഡ്മില്ല് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ നല്ല ട്രെഡ്മില്ല് മേടിക്കണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അത് കറണ്ട് ചാർജ് ബാക്കി എല്ലാവരുടെ ആകുമ്പോഴത്തേക്കും നല്ല റേറ്റ് ആവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇത്ര സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മൾ റൗണ്ടിൽ ട്രാക്ക് ഇട്ടേക്കുന്നതാണ്. 120 മീറ്റർ പുറത്തെ ട്രാക്കിന് 120 മീറ്റർ ഉണ്ട്, അകത്ത് 100 മീറ്ററും വരുന്നുണ്ട്. 100 മീറ്റർ ട്രാക്ക് ഉണ്ട്. ട്രെഡ്മില്ല് മേടിച്ചാൽ 1.5 ലക്ഷം രൂപ വാങ്ങിച്ചാൽ ഒരു സമയത്ത് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ട്രാക്കിൽ ഇങ്ങനെ വരിവരിയായിട്ട് ആളുകൾ ഇറക്കി വിട്ടാൽ അവർ കിടന്ന് കറങ്ങി ഓടിക്കോളൂ.
അതൊരു ഗംഭീര സംവിധാനമായിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. അതൊരു മികച്ച തീരുമാനമായി പോയി. അടിപൊളി. 120 ബിൻസിയാണ് ഇവിടെ വരുന്നതെങ്കിൽ ബിൻസി ആ 100 തിരഞ്ഞെടുക്കുള്ളൂ. അതാകുമ്പോൾ ഇച്ചിരി 20 മീറ്റർ കുറച്ച് ഓടിയാൽ മതിയല്ലോ. അതാണ് തികക്കത്തില്ല, അതല്ല ഏറ്റവും വലിയ പ്രശ്നം. ബിൻസി ഇത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ശ്രമിക്കാം നമുക്ക്. അതിനു മുമ്പ് ആശാനെ, ഇവിടെ കുറെ ആളുകളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടല്ലോ, ഇവരൊക്കെ ആരാണ്? ഇവരെല്ലാവരും നമ്മൾ ചെയ്യിപ്പിച്ച പിള്ളേർ തന്നെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഇറങ്ങുന്നവരുടെ പടങ്ങൾ തന്നെ ഈ ഒരു സ്ഥാപനത്തിന് ബ്രാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അതിഭീകരമായ കോൺസെപ്റ്റ്. അതെ, അത് കൊള്ളാം. സാധാരണ നമ്മൾ ഇടങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ വലിയ വലിയ ഹെൽത്ത് ക്ലബ്ബിലെ വലിയ വലിയ ബോഡി ബിൽഡേഴ്സിന്റെ ഒക്കെ പടങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഒരു ഇന്ത്യൻ മുഖങ്ങളാണല്ലോ, കേരള ചിത്രങ്ങളാണല്ലോ എന്നൊക്കെ നോക്കി വരുമ്പോൾ കേരളമല്ല, ഇത് മുഴുവൻ പാലയാണ്. പാലക്കാരുടെ പടങ്ങളാണ് വെച്ചിരിക്കുന്നത്. പാലായിൽ നിന്നുള്ള മാത്രമല്ല, ഇതിപ്പോ കോട്ടയത്ത് നിന്നുള്ളവരുണ്ട്, എറണാകുളം നിന്നുള്ളവരുണ്ട്. ഓക്കെ, എല്ലാരും പക്ഷെ ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങിയവരാണ്, ഇവിടെ കൈ തെളിഞ്ഞവരാണ്. ശരി ശരി ശരി. ഞങ്ങൾ എന്തായാലും ഓരോരുത്തരിലേക്ക് പോകാൻ പോകണം. അതിനു മുമ്പ് നല്ല പാട്ടുകളാണ് റേഡിയോയിൽ വെച്ച് തരാൻ പോകുന്നത്. ഓക്കെ, ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന പാലയിലാന്ന് പറഞ്ഞു. പാലയിലെ ഹിൽ ഫോക്സ് ഹെൽത്ത് ക്ലബിന്റെ വിശാലമായ പ്രദേശത്ത് നമ്മൾ ഓരോരുത്തരായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതെ, കണ്ടുപിടിച്ചോണ്ട് ശരിക്കും ഇരിക്കുവാണ് നമ്മള്, അതുകൂടെ പറയണം. ഇവിടെ ഇരിക്കാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള ഇത് എന്തിന്റെ ടയറാണ് ബ്രോ? JCB ഒക്കെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വമ്പൻ ടയർ. വലിയ ടയർ. ആ ടയറിനകത്ത് ഒരു 5-6 പേർക്കൊക്കെ വട്ടത്തിലിരിക്കാൻ പറ്റും. അതെ അതെ, നമ്മൾ പക്ഷെ അവിടെ ഇരിക്കുന്ന വട്ടത്തിൽ കുറെ പിള്ളേരെ ഇരുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റും ഇരിക്കും. ഓക്കെ ബ്രോ, പേരെന്താണ് പറയൂ? എന്റെ പേര് ജോർജ്. ജോർജ്. ഓക്കെ, ജോർജ് എന്ത് ചെയ്യുന്നു? ഞാനിപ്പം സെക്കൻഡ് ഇയർ ബികോം അരുവിത്രയില് കോളേജിൽ പഠിക്കുന്നു. ജോർജ് എന്ന പേര് ഏതെങ്കിലും സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജോർജ് സാറുണ്ട്, പ്രേമത്തിലെ ജോർജ്. ഓക്കെ, ഞാൻ പ്രേമത്തിലെ ജോർജിനാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ജോർജ് സാറ് ട്രെൻഡിങ് ആയി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ജോർജ് സാറിലേക്ക് പോയതാണല്ലേ? അതെ. പ്രേമത്തിലെ ജോർജിനെ പോലത്തെ ഒരു കഥാപാത്രമാണോ കോളേജിൽ? ഒരിക്കലും അല്ല. പിന്നെ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ? നമ്മളെങ്ങനെ സിംഗിൾ ആണ്. ഓ നൈസ്. റെഡി ടു മിങ്കിൾ ആണോ? നോക്കാം. ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കട്ടെ. ഓക്കെ ബ്രോ, ഏത് കോളേജിൽ പഠിക്കുന്നു? ഞാൻ അരുവിത്ര, സെന്റ് ജോർജ് അരുവിത്ര കോളേജിൽ. ഏത് വിഷയം പഠിക്കുന്നു? ഞാൻ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ് പഠിക്കുന്നത്. ഓക്കെ, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ പഠിക്കുന്ന ഇടത്തെ ആ ഒരു പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയാണോ ഹെൽത്ത് ക്ലബിലേക്ക് വരുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ബോഡി ഫിറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി, നല്ലൊരു ജിം ചൂസ് ചെയ്തപ്പം ഹിൽ ഫോക്സ് ആയിട്ട് തോന്നി, അങ്ങനെ വന്നു. അടുത്ത ആള് ഇവിടെ വളരെ, അതായത് 4 പേരും ഫ്രീക്കന്മാരാണ്, ഉള്ളതിൽ കൊടും ഫ്രീക്കൻ എന്ന് വിളിക്കാം. അതെ അതെ, തീർച്ചയായിട്ടും. മുടിയൊക്കെ വളർത്തി അതൊക്കെ പുറകിൽ ഇങ്ങനെ അവൻ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി ബ്രോ, പേര് പറയൂ. കാൽവിൻസ്. ഓ നൈസ് പേരാണല്ലോ. ഇത് ആരിട്ട പേരാ? അപ്പനും അമ്മയും കൂടി ഇട്ടതാണ്. ഓക്കെ, എന്ത് ചെയ്യണം കാൽവിൻസ്? അരുവിത്ര കോളേജില് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ആളാണ് അരുവിത്ര കോളേജിൽ നിന്ന് ഞങ്ങളുടെ FM-ൽ ഇന്റേൺഷിപ്പിന് കുട്ടികൾ വരാറുണ്ട്, സർഗക്ഷേത്ര FM-ലേക്ക് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ അവിടെ വരുമ്പോൾ ബിൻസിയെ കണ്ടാൽ മതി. ഇന്റേൺഷിപ്പിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡി ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ബിൻസിനെ കണ്ടു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് മുടങ്ങും കേട്ടോ. ശരി. ചുമ്മയാ. ഓ ഓക്കെ ബ്രോ, മാസ് കമ്മ്യൂണിക്കേഷൻ ഹെൽത്ത് ക്ലബും എങ്ങനെ ഒന്നിച്ചു പോകുമോ? കുഴപ്പമില്ല. വീട് ഇവിടെ തന്നെയാണോ? വീട് ഇവിടെ പൈക. ഓക്കെ, അടുത്ത ആള്. എന്റെ പേര് സിറിൽ സാജു. ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? ഞാൻ ഇവിടെ അരുവിത്ര കോളേജിലാണ്. അരുവിത്തോ, നിങ്ങളെല്ലാം കോളേജിൽ ഒന്നിച്ചുള്ളവരാണ്? അതെ. ഓക്കെ ബ്രോ, ഏതാ പഠിക്കുന്നത്? ഞാൻ BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയും. ഓ നൈസ്. അടുത്ത ആള്. എന്റെ പേര് ജോർജ് കുട്ടി എന്നാണ്. ഞാൻ ജർമ്മൻ B2 കഴിഞ്ഞ് നിൽക്കുവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല പാട്ട് ഞങ്ങൾ വെച്ച് തരും. ഈ ഹെൽത്ത് ക്ലബിലേക്ക് വരാനിടയായ സാഹചര്യത്തെ പറ്റി കൂടി ഒന്ന് പറയാം. ഒരാൾ പറഞ്ഞാൽ മതി. എന്നാണ് ആ ഒരു തോന്നലുണ്ടായത്? നമുക്ക് ഫിസിക്കലായിട്ടൊരു ഇത് വേണമെന്ന് തോന്നുമ്പോഴത്തേനും അത് എപ്പോഴാണ് ഉണ്ടായത് ആ തോന്നൽ? നമ്മളെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഉപകാരപ്പെടും. എപ്പോഴാണ് ആ തോന്നൽ ഉണ്ടായതെന്ന്? ഒരു വർഷം എന്ന് തൊട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ ഇപ്പൊ 2 മാസം അല്ല 1 മാസം എനിക്ക് 1 വർഷം മുമ്പ് ഉറപ്പിക്കടാ. 1 വർഷം മുമ്പ് തോന്നലുണ്ടായി. 2 മാസമായിട്ടുള്ള വരാൻ തുടങ്ങിയിട്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വന്നിട്ട് പിന്നെ രസമായിട്ട് പോകുന്നു. എൻജോയ് ആയിട്ട് നല്ലതായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ നല്ല പാട്ട് വെച്ച് തരാം. നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും ജൂനിയേഴ്സ്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഉഴപ്പിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കഴിഞ്ഞതാ. കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങനെയാണ് നമുക്ക് സീനിയർ ആയിട്ടുള്ള ആളെ കണ്ടാലോ? ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി സീനിയേഴ്സിന്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. ജൂനിയർ സീനിയർ തമ്മിലൊന്ന് മാറ്റി വെച്ച് നോക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാനയായിട്ട് നമ്മളിതാ പാലയിലുണ്ട്. പാലയിൽ കൃത്യം എവിടെയാണെന്ന് ചോദിച്ചാൽ പാലയിലെ ഹിൽ ഫോക്സ് എന്ന ജിമ്മിലുണ്ട്. ഇവിടുത്തെ ജൂനിയർ ആയിട്ടുള്ള കുട്ടികളെ പരിചയപ്പെട്ടു, ആശാനെ പരിചയപ്പെട്ടു. പാട്ട് കേട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സീനിയർ ആയിട്ടുള്ള ആളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോണേ. ബിൻസിയുടെ സംസാരത്തിൽ ഒരു കിതപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഇത് 8000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഹെൽത്ത് ക്ലബ് ആയതുകൊണ്ടും സീനിയർ ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കാൻ ബിൻസി ഇപ്പോ നിന്നിടത്തുനിന്ന് കുറച്ചധികം ദൂരം മുന്നോട്ട് പോയി തിരിച്ചു വരേണ്ടതുകൊണ്ടാണ്. നല്ലപോലെ ഞാൻ കഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ബിൻസിന്റെ ട്രാക്കിൽ നമ്മൾ ഒരു റൗണ്ട് ഓടിക്കും എന്ന് പറഞ്ഞാൽ ഓടിച്ചിരിക്കട്ടെ, ഓടിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ. ഹലോ, എന്താണ് പേര്? ദേവസ്യാച്ചൻ. എന്ത് ചെയ്യുവാണ്?
ഞാൻ ചുമടാണ് എനിക്ക് ചുമട ഓക്കെ, എത്ര നാളായി ഇവിടെ വരുന്നു? ജിമ്മിൽ വർക്കത് ഞാൻ തുടങ്ങിയിട്ട് ഒരു 10-25 വർഷമായി. 25 വർഷമായി. അപ്പൊ പാലയിൽ തന്നെയാണോ നാട്? അല്ല, പാലയിലെ പല ജിമ്മുകളിലൂടെ കയറി ഇറങ്ങിയ ആളാണ്. അത് തന്നെ. ഓക്കെ, അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതെ. എന്താണ് അങ്ങനെ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യും? ഇപ്പൊ കാണുമ്പോ തന്നെ അത്യാവശ്യം ജിമ്മനാണ്, ചേട്ടനൊരു അടിപൊളിയാണ്, അതെ, അതെ, അതെ. വൺ പവർഫുൾ ആണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു തോന്നൽ വരുന്നത്? എങ്ങനെയാണ് അത് ചേട്ടച്ചാര് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന അന്നേരം പിന്നെ ചേട്ടച്ചാര് ഞാൻ അന്നേരം ഇച്ചിരി പുകവലിയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അത് നിർത്താൻ വേണ്ടി എന്നെ കൊണ്ട് ജിമ്മിലാക്കി. പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു. പുകവലി നിർത്തി. ഞങ്ങളും ശരിക്കും ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അതായത് ലഹരിക്ക് പിന്നാലെയൊക്കെ പോകുന്നവർ അതൊക്കെ നിർത്തിയിട്ട് ശരീരം സംരക്ഷിക്കുക, ഹെൽത്തിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ബോഡി ബിൽഡിംഗിലേക്കൊക്കെ വരിക, ഹെൽത്ത് ക്ലബ്ബിൽ വരിക. അപ്പൊ ഈ ദുശീലമൊക്കെ തന്നെ മാറിക്കോളും എന്നൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ അനുഭവസ്ഥന പറയുന്നത് അത് തന്നെ, തീർച്ചയായിട്ടും. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പുകവലി മാറ്റിയ ആളാണ്. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇദ്ദേഹം ഒരു പ്രചോദനമാണ് കേട്ടോ. ശരിക്കും അങ്ങനെ പുകവലിക്കാതെ ഇരിക്കുന്നത് കൊണ്ടും ബോഡി ബിൽഡ് ചെയ്യുന്നത് കൊണ്ടും ജീവിതത്തിൽ ഒരുപാട് പ്രയോജനങ്ങളില്ലേ? തീർച്ചയായിട്ടും. അസുഖങ്ങൾ കുറവുണ്ട്, ഒത്തിരി അസുഖങ്ങൾ കുറവുണ്ട്. ഇപ്പോൾ പനിയോ എന്നതെങ്കിലും ഒരു അസുഖം എനിക്ക് ഉണ്ടായിട്ടില്ല. ഒപ്പം ഭയങ്കര ആരോഗ്യവാനായിട്ട് ഇരിക്കുകയാണ്. എന്നെ ഒരു കൂട്ടത്തിനിടെ ചേട്ടനെ കണ്ട ആരും നോക്കൂ. ചേട്ടന് കണ്ണ് വെക്കല്ലേ. ഇത് മാത്രല്ല, ആശാൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ചേട്ടൻ ഒരുപാട് കോമ്പറ്റീഷൻസിൽ ഇറങ്ങി, അതെ, കോമ്പറ്റീഷൻസിലൊക്കെ പോകുന്നതാണ്. കോമ്പറ്റീഷനിൽ പോയിട്ട് 2017 തോന്നുന്നു കേരള അടിച്ച ആളാണ് നിൽക്കുന്നത്. ആർട്ട് സൈസില് 17, 18, 19 3 വർഷം അടുപ്പിച്ചടിച്ചു. മാസ്റ്റേഴ്സിൽ ഹാട്രിക് അടിച്ച ആളുടെ മുന്നിലാണ് ബിൻസി നമ്മൾ നിൽക്കുന്നത്. ചില്ലറ മനുഷ്യനൊന്നും അല്ല. അതല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷവും മിഷക്കറിൽ അടിച്ചു മാസ്റ്റേഴ്സില്. ഓ, അടിപൊളി. ഇത്തവണ ഇറങ്ങാൻ പോകുന്നു? ഇല്ല, ഇറങ്ങുന്നില്ല. കഴിഞ്ഞ വർഷം കൊണ്ട് നിർത്തി, കോമ്പറ്റീഷൻ നിർത്തി. അതായത് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണമല്ലോ. എല്ലാ വർഷവും നമ്മൾ മത്സരിച്ച് നമ്മൾ തന്നെ സമ്മാനം വാങ്ങിയ വല്ല കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു വലിയ ചേട്ടന്റെ വലിയ മനസ്സ് കാരണം ഇത്തവണ സീനിയേഴ്സിന്റെ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിൽ ചേട്ടൻ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുത്തോളൂ. അതെ, ചേട്ടൻ അങ്ങനെ വിട്ടു കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ചേട്ടാ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ പാട്ട് വെച്ച് തരാം. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന നമ്മള് ഹിൽ ഫോക്സ് ജിമ്മിലെ ഏറ്റവും പുറമേയുള്ള ആ ഒരു ട്രാക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ബിൻസിന് ഒരു റൗണ്ട് നടത്തുമെന്ന്. അതെ, ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ഇതിലൂടെ നടക്കാൻ, ശരിക്കും പറഞ്ഞാൽ. അപ്പോ ആ പുറമേയുള്ള ട്രാക്കിലൂടെ നടന്നിട്ട് അകത്ത് എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുന്നു. പുറമേ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഹെൽത്ത് ക്ലബിന്റെ ഉള്ളിൽ തന്നെയുള്ള 2 ഏരിയ ആണ് ഉദ്ദേശിച്ചത്. അതായത് പെയിന്റിലൂടെ വേർതിരിച്ചിട്ടുള്ള 2 ഏരിയ. അതെ, അതിനെ നടുക്ക് എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട് നമുക്കൊരു ഹായ് ഒക്കെ പറഞ്ഞ് തിരിച്ചോട് നടക്കാം. ഓക്കെ, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം പേരെ കണ്ടുപിടിച്ചതിന് സന്തോഷത്തിൽ നമ്മളവരെ പിടിച്ചു നിർത്തി. അതെ, നമ്മൾ തടഞ്ഞു നിർത്തി. അതെ, ഒരു കാര്യം ഒരാൾ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യിപ്പിക്കില്ല. അതെ. ഓക്കെ ബ്രോ, നടന്നുകൊണ്ടിരുന്ന ആളുടെ പേരെന്താണ്? ശിവശങ്കർ. ശിവശങ്കർ. വീട് എവിടെയാണ്? ഇവിടെ പറയാ തന്നെ. എന്ത് ചെയ്യുവാണ്? ഞാൻ പഠിത്തം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നു. എന്തിനാ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇരിക്കാത്തെ? ഇങ്ങനത്തെ തമാശകളൊക്കെ പ്രതീക്ഷിക്കാണ്ട് അമ്പലെടുത്ത് എറിയരുത്. പാവം ആർജയാണ് ബിൻസി. പേര് നോട്ട് ചെയ്തോ, പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു. ഓക്കെ ബിൻസി. എത്ര നാളായി? കല്ലുമഴ പെയ്യുന്നു ഉറപ്പായി. ആ ടോപ്പിക്ക് വിട്ടേക്ക്. ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാ. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഒരു 5-6 മാസം. എന്തുകൊണ്ടാ ഇവിടെ വരാൻ തോന്നിയത്? ഇവിടെ വരാൻ അത്യാവശ്യം നല്ല ജിമ്മാ, പുതിയ ജിമ്മ് ഇവിടെ തുടങ്ങിയുള്ളു. വന്ന് ചേർന്ന് കൂട്ടുകാരിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കയറിയതാ. കോളേജ് ജേഴ്സി ആണല്ലോ ഇട്ടിരിക്കുന്നത്. ഇത് കോളേജിൽ നിന്ന് കിട്ടിയതാണോ, കൂട്ടുകാരിൽ നിന്ന് എടുത്തതാണോ, അല്ലെങ്കിൽ കോളേജിൽ കിട്ടിയാണോ? എന്തിന്റെ ഭാഗമായിട്ട് കിട്ടി? ഇത് റഗ്ബി ടീമിലുണ്ട്. അങ്ങനെ വരട്ടെ. അങ്ങനെ നമ്മൾ ആ ഒരു വഴി തെളിച്ച് കൊണ്ടുവരണം. റഗ്ബി ടീമിൽ എത്ര നാള് മുൻപുണ്ട്? റഗ്ബി ടീമിൽ ഞാൻ കോളേജ് പഠിക്കുന്ന അത് ഇപ്പൊ വിട്ടു? അല്ല, ഇപ്പൊ വിട്ടു. ഇപ്പൊ ഒന്നും ചെയ്യില്ല. ക്രിക്കറ്റ് കളിക്കില്ല, ഫുട്ബോൾ കളിക്കില്ല. ഇല്ല, ഇപ്പൊ അങ്ങനെ കളിയൊന്നും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ. ഹെൽത്ത് ക്ലബിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇതുപോലെ ടീമിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതെല്ലാം വിട്ട് പോരുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് സ്പോർട്സിന്റെ ഒരു ഭാഗം തന്നെയല്ല. റഗ്ബി എവിടം വരെ പോയിരുന്നു? റഗ്ബി സ്റ്റേറ്റ് വരെ പോയിട്ടുള്ളത്. സ്റ്റേറ്റ് മെഡലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുവാണ്. കോളേജിൽ നിന്ന് ടീം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് പോയുള്ളൂ. ഏത് കോളേജ്? ഇവിടെ ദേവമാത കോളേജ്, കുറവിലങ്ങാട്. കുറവിലങ്ങാട് ദേവമാതയിലെ റഗ്ബി ടീമിന്റെ വൻ സംഭവമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതെ. അപ്പോ ഉറപ്പായിട്ടും ഇനി റഗ്ബിയിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടോ? എനിക്ക് കോളേജിലുണ്ടായിരുന്ന സമയത്ത് ഗ്രേസ് മാർക്കിനൊക്കെ വേണ്ടി അങ്ങനെ. ഓക്കെ, മാർക്കിന് വേണ്ടി കയറിയതാണ്. ഇനിയിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ പരിപാടി? എന്താ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? പുറത്ത് പോകണമെന്നൊക്കെ. വിദേശത്ത് പോകണം. ഏത് രാജ്യത്ത്? അങ്ങനെ കാനഡയോ, ഫ്രണ്ട്സ് ഒക്കെ അവിടെ. ബിൻസിക്ക് ഏത് രാജ്യം ഇഷ്ടം? രാജസ്ഥാൻ? അല്ല, അത് രാജ്യമല്ലല്ലോ. എനിക്ക് ദുബായിൽ പോന്നേ. ഓക്കെ, അപ്പൊ എന്തായാലും ബ്രോ പരിചയപ്പെട്ടതിൽ നല്ല സന്തോഷമുണ്ട്. വിദേശത്ത് പോകുന്നതിന് മുമ്പ് നാട്ടിൽ വെച്ച് നമുക്ക് പാട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഉറപ്പായിട്ടും. അത് കഴിഞ്ഞിട്ട് വിദേശത്ത് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ മെസ്സേജ് ഒക്കെ അയക്കണം FM-ലേക്ക്. അവിടെ ഞങ്ങൾ പാട്ട് തരും. ഓക്കെ, താങ്ക്സ്. ഇത് സർഗക്ഷേത്ര 89.6 FM-ൽ കോട്ടയം ജിംഖാനയാണ്. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന.
നമ്മൾ പാലയിൽ ഹിൽഫോക്സ് ജിമ്മിന്റെ അകത്ത് കയറിയിട്ട് പരിചയപ്പെടുന്നവരെല്ലാം കോളേജിൽ പഠിക്കുന്നവർ, കോളേജ് ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞവർ, അങ്ങനെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു വലിയ നിരയായിരുന്നു. അതിനിടെ നമ്മളൊരു ചേട്ടനെ കണ്ടുപിടിച്ചായിരുന്നു. അതെ 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 അതെ, അങ്ങനെ പോകുമ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ബിനു സാറ് വിളിച്ചിട്ട് ആരും നിൽക്കുന്നില്ല, ആരും സംസാരിക്കാൻ വരുന്നില്ല ജിംഖാനയില്. അതെന്താന്ന് വെച്ചാല് എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു തിരക്കിലാണ്. Serious ആയിട്ട് ഇത് ചെയ്യണം, ഞങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാൻ സമയമില്ലെന്ന് പറയുന്നത്. അതെ, സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ വിളിക്കുന്നത് നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് ബിൻസി. ബിനു സാറിന്റെ ഭാഗത്ത് ഓഹോ, ബിൻസി ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നടന്നോണ്ടിരിക്കുകയായിരുന്നല്ലോ പാട്ടിന്റെ സമയത്ത്. ഓക്കെ, ഒരാളെ വളരെ കാര്യമായിട്ട് നമ്മൾ പിടികൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രോ പേര് പറയൂ. ബിബിൻ. ബിബിൻ. വീട് ഇവിടെ തന്നെയാണ്. മുരിക്കുമ്പുഴ. എന്ത് ചെയ്യുന്ന ആളാണ്? ഞാൻ ലാബ് ടെക്നീഷ്യൻ ആണ്. ഓക്കെ, ലാബ് ടെക്നീഷ്യൻ. എത്ര കാലമായി ഈ ഒരു ഹെൽത്ത് ക്ലബ്ബ് പരിപാടികൾ തുടങ്ങിയിട്ട്? ഞാനൊരു 2021 കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയത്. 21 ആ ഒരു തീരുമാനമുണ്ടായ സാഹചര്യത്തെ പറ്റി 2 മാർക്കിൽ കവിയാതെ ഉപന്യസിക്കുക. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സ്കിന്നി ആയിരുന്നു. അപ്പൊ പിന്നെ കണ്ണാടിയൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സങ്കടം വരുന്നത്. എല്ലാ ദിവസവും കണ്ണാടി നോക്കുക. അലമാരിയുള്ള അടുക്കള ആ ബെഡ്റൂമിലുള്ള അലമാരിയുടെ ഒപ്പം ഉള്ള ഒരു കണ്ണാടി പോയി നോക്കിയിട്ട് ലൈറ്റ് ഇടുമ്പോൾ കാണുന്ന ഒരു വിഷമം. അതെ അതെ അതെ. ആ വിഷമൊക്കെ എനിക്ക് ഉണ്ടാറുണ്ട്. അതാണ് ഞാനിപ്പോ കണ്ണാടി നോക്കാറില്ല. കണ്ണാടി തല്ലി പൊട്ടിച്ചു. അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒരു തുണി തൂക്കി ആ ഒരു വിഷമം അവസാനിപ്പിച്ചു. പിന്നെ അപ്പൊ കൃത്തിക് റോഷന്റെയൊക്കെ ബോഡി കാണുമ്പോൾ പിന്നെ അതുപോലെയൊക്കെ ആകണം, അതുപോലെ ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അത്ര ആയില്ലെങ്കിലും അതുപോലെ ഒരു എയിം വെച്ച് നമ്മൾ തുടങ്ങിയതാണ്. മറ്റേ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരു പരിപാടി അല്ലേ? പക്ഷെ ബിൻസി അങ്ങനെയല്ലല്ലോ. ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ ഒന്നും കിട്ടാറില്ല. കുന്നിക്കുരുവോളം ആഗ്രഹിക്കും, എന്നിട്ട് കുന്നോളം കിട്ടിയില്ലെന്നും പറഞ്ഞിരുന്ന് വാവിട്ട് കരയുകയും ചെയ്യും. അതെ അതെ. ഓക്കെ ബ്രോ, അപ്പോ അങ്ങനെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അന്നെടുത്ത പടമൊക്കെ ഇരിപ്പുണ്ടാവൂലേ? അത് കഴിഞ്ഞുള്ള പടങ്ങളൊക്കെ നോക്കിയപ്പോ ഇത് ഞാൻ തന്നെ, എന്നെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിയിട്ട് അതിശയിച്ചു പോയിട്ടുണ്ട്. അതിശയിച്ചു. വീട്ടുകാർക്കൊക്കെ സന്തോഷമാണോ? വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി മതി, ഇനി വേണ്ടെന്നൊക്കെ, ഇത്രയൊക്കെ മതി. പിന്നെ ഈ സമയത്ത് ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ജിമ്മി വെച്ച് അറ്റാക്ക് വരുന്നു, ഓക്കെ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോ അവർക്കും പേടിയുണ്ട്. പക്ഷെ നമ്മളത് ശാസ്ത്രീയമായി ചെയ്യുന്നോണ്ട് അങ്ങനത്തെ കാര്യങ്ങളല്ല. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ വർക്കൗട്ട്, നല്ല ഫുഡ് കഴിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ബാക്കി ഇപ്പോ നാട്ടിലെ അടുത്തുള്ള കൂട്ടുകാരൊക്കെ വരാത്തവരുണ്ടാവുമല്ലോ, അവരെന്തായിരിക്കും പറയുന്നത്? അവർക്ക് പറയുമ്പോ നിനക്കൊന്നും വേറെ പണിയില്ല ഇങ്ങനെയൊക്കെ പറയുന്ന കൂട്ടുകാരുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയില്ല, അങ്ങനെയില്ല. ഒന്നും പറയത്തില്ല. മോട്ടിവേഷൻ സിംഹങ്ങളാണ് കൂടെയുള്ളത് മുഴുവൻ. ചിലര് പറയും പിന്നെ കൂടുതൽ കമ്പനിക്കാർ നമ്മളെക്കാൾ ഒരു 3-4 പൈസയിലും കുറഞ്ഞ ആൾക്കാരാണ് വീടിനടുത്തുള്ളവര്. ഓ, അത് സൈക്കോളജിക്കൽ കമ്പനി അടിക്കലാണല്ലോ. അതെ. അപ്പൊ അവര് പറയും ചേട്ടാ ഞങ്ങളുടെ മസിൽ മതി എന്നൊക്കെ നമ്മളോട് പറയും. പിന്നെ ഓരോരുത്തർ ചോദിക്കൂല്ലോ എത്ര നാളായി പോകാൻ തുടങ്ങിയിട്ട്, നല്ല മാറ്റം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്, ഒരു മോട്ടിവേഷൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ബോഡി കണ്ടിട്ട് നമ്മളോട് ചോദിക്കുമല്ലേ നമ്മുടെ എത്ര നാളെ ജിമ്മിൽ പോകുന്നുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണും, ഷർട്ട് ഊരുന്നില്ല, ഷർട്ടിനകത്ത് വെച്ച് തന്നെ നമ്മുടെ ബോഡി കാണുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്. പിന്നെ ഇത്രയൊക്കെ മതി, ബോഡി മതി എന്നൊക്കെ മതി എന്ന് പറയുമ്പം നമുക്ക് സന്തോഷം. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ കണ്ണാടി നോക്കിയിട്ട് ബിൻസിയെ തന്നെ നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുവാണേ. എന്ത് ചെയ്യാനാ, വണ്ണം കുറയുന്നില്ല, പരിശ്രമിക്കുന്നുണ്ട്. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾ നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. ഇത് സർഗക്ഷേത്ര 89.6 FM കോട്ടയം ജിംഖാനയാണ്. കൂടാതെ ബിൻസിയും മീനും ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പാലയിലാണ്, ഹിൽഫോക്സിലാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോകുന്നിട്ടില്ല, അവിടെ തന്നെ കേട്ടോ. അതെ അതെ, കാരണം ഇവിടെ ചുറ്റിക്കറങ്ങി തീർന്നിട്ടില്ലല്ലോ. അത്രമേൽ ഭയങ്കര വിശാലമായിട്ട് കിടക്കുന്ന ഒരു ജിമ്മാണ്. 8000 സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ ഓടി നടന്ന് കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരിടത്ത് നിന്നിട്ട് കറങ്ങി ഓരോ റൗണ്ട് ഓട്ടം പൂർത്തിയാക്കി വരുന്നവരെ, അതായത് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് നാട പിടിച്ചുകൊണ്ട്, അതായത് റിബൺ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലെ ഞങ്ങൾ 2 സൈഡിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു 3 പേരെ കിട്ടിയിട്ടുണ്ട്. യെസ്, ആ 3 പേരെ പരിചയപ്പെടാം. ഓട്ടം ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വരുവാണോ? അതെ അതെ, അല്ല തുടങ്ങുന്നേ ഉള്ളൂ. അയ്യോ, നിങ്ങൾ തുടങ്ങിയിട്ടുള്ള. നിങ്ങൾ എത്ര റൗണ്ട് ഇങ്ങനെ പോകും? ഒരു 10 റൗണ്ട് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണ്. ഓ നൈസ്. ബ്രോയോ? നിങ്ങൾ ഒന്നിച്ച് വരുന്നു, 10 റൗണ്ട് ഓടും. ഓക്കെ. ഞാനിവര് വരുന്നവരിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓ ബ്രോ, ഇവര് വരുന്നതിന് മുമ്പ് നടന്നു തുടങ്ങിയതാ? ഇവര് പോയാലും ഞാൻ നടന്നുകൊണ്ടിരിക്കും. ഇല്ല, ഇവരുടെ ഒപ്പം ചെയ്യും. നിങ്ങൾ 3 പേരുമാണോ ഈ ജിമ്മിൽ ഒന്നിച്ച് വരുന്നവർ? സാധാരണ ബഡ്ഡി പേഴ്സ് എന്നാണല്ലോ പറയാറ്. നിങ്ങൾ പക്ഷെ 3 പേരുടെ സെറ്റാണ്. ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു, ഇപ്പൊ 3 പേര് പറയൂ. എന്റെ പേര് അനിൽ. എന്ത് ചെയ്യണു? ഞാനിപ്പോ പുറത്തോട്ട് പോകാൻ വേണ്ടി നോക്കും. വിദേശത്ത് പോകുന്നതിന് തലേ ദിവസം പോലും ഹെൽത്ത് ക്ലബിൽ വന്നിട്ട് പോകുള്ളൂ എന്നുള്ള പ്ലാനാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല. അയ്യോ, ഞാൻ ഭയങ്കര ആവേശത്തിൽ ചോദിച്ചങ്ങ് പോയതാ. കുട്ടി അടുത്ത ആളോട് ചോദിക്കും. ഓക്കെ ബ്രോ, പേര് പറയൂ. ഫെബിൻ എന്ത് ചെയ്യണം? അലുമിനിയം ഫാബ്രിക്കേഷൻ. ഓക്കെ, അലൂമിനിയം ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വർക്കും ഹെൽത്ത് ക്ലബും എല്ലാം കൂടി എങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നു? കുഴപ്പമില്ല, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതാണ് എന്റെ കഴിവല്ലേ? അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ബ്രോ എന്താണ് പരിപാടി? കൺസ്ട്രക്ഷൻ വർക്ക്. കൺസ്ട്രക്ഷനിലെ എന്ത് വർക്കായിരിക്കും? വീട് പണി തന്നെയാണ്. അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള പരിപാടിയാണ്. വെയിറ്റ് എടുക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. സൂപ്പർവൈസർ ആണ്. ജോലി ചെയ്യാൻ വേറെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, എന്നാലും അവരെ സഹായിക്കേണ്ട ഭാഗമായിട്ട് ഇടയ്ക്ക് വെയിറ്റ് ഒക്കെ എടുക്കേണ്ടി വരും. ഞാൻ എടുക്കൂലെന്നല്ലേ? എന്നെ കൊന്നാലും ഞാൻ എടുക്കൂലെന്ന്.
അവരെ സഹായിക്കൊന്നുമില്ല. ഇടയ്ക്കോ ഓക്കെ, ബിൻസാറിനെ പോലെ ഞങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുപ്പിക്കും. ബിൻസാർ ചുമ്മാ നോക്കി നിൽക്കും. എന്നിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് മൈക്കായിട്ട് വന്നിട്ട് അവസാനം ബിൻസാർ എന്ന് പേര് പറയുകയും ചെയ്യും. ഒയ്യോ, ഒരു ഒറ്റ ശ്വാസത്തിൽ ഇത്രയും കാര്യങ്ങൾ പറയാൻ ബിൻസി ശീലിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ശക്തമായിട്ടുള്ള എന്റെ ട്രെയിനിങ് കിട്ടിയതുകൊണ്ട്. അടുത്ത ആളിലേക്ക് പോവാം. ബ്രോ, എങ്ങനെ പോകുന്നു ഹെൽത്ത് ക്ലബ് ജീവിതമൊക്കെ? കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകും. ബ്രോയുടെ പേര്? ആൽബർട്ട്. ബിൻസി, ആൽബർട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? എന്താ? നമ്മള് പലപ്പോഴും നമ്മൾ ഓരോരുത്തരെ പലയിടങ്ങളിൽ പരിചയപ്പെടുമ്പോൾ ഹൈറ്റ് വെച്ച് ഇപ്പൊ നമ്മൾ മൈക്ക് കൊണ്ടുപോയി പിടിക്കുമ്പോൾ ഏകദേശം അവർക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് പിടികിട്ടാറുണ്ട്. നമ്മൾ അവിടെ നോക്കുമ്പോൾ ഐ ലെവൽ വെച്ച് നമ്മളെ ഹൈറ്റുമായിട്ട് അളക്കാറുണ്ട്. അതെ. അങ്ങനെ ഒരു 6 ഫീറ്റിന്റെ മുകളിൽ എനിക്ക് തോന്നുന്നു 6.3 ഉള്ള ഒരാളെ കണ്ടതിന്റെ ഒരു സന്തോഷമാണ്. ബിൻസി തൊട്ടടുത്തൊക്കെ നിന്നൊക്കെ ഹൈറ്റ് എന്തോരുണ്ടെന്നൊക്കെ നോക്കണം. ബ്രോ, അപ്പോ ഹൈറ്റ് വീട്ടിൽ എല്ലാവർക്കും എത്ര ഹൈറ്റ് ഉണ്ടോ? ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ബ്രോ, ഇതല്ലാതെ ബാസ്കറ്റ് ബോൾ, വോളിബോൾ പരിപാടികൾ ഒന്നുമില്ല. ഒരു സാധനം ഞാൻ ചെയ്യൂല. എനിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടെന്നല്ലേ? ബിൻസാറിനെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട്. എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്. അപ്പോ എന്തായാലും ഇവരെയൊക്കെ കണ്ടെത്തിയതല്ല, നമ്മളിപ്പോ കണ്ട് സംസാരിച്ചതിന്റെ സന്തോഷത്തിൽ നല്ല പാട്ട് കൊടുക്കാം. ഓക്കെ, നല്ല പാട്ട് തരട്ടെ ബ്രോ? കല്ലക്കം പാട്ട് തരും. വെച്ചോ. ഓക്കെ, ഇത് പവർ അങ്ങ് കൂടട്ടെ. ഓക്കെ, അപ്പൊ സമയം കളയണ്ട. ബ്രോ നടന്നോ? ശരി. നടക്കുമല്ലേ? അതെ അതെ. ഓക്കെ, ഇവിടെ പാട്ടുകൾ നടക്കുന്നു, ഹെൽത്ത് ക്ലബിൽ ഓരോ മനുഷ്യർ നടക്കുന്നു, എന്റെ കൂടെ ബിൻസി നടക്കുന്നു. അതെ, ഇവിടെ കോട്ടയം ജിംഖാനയും നടക്കുന്നു. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന അങ്ങനെ രസകരമായിട്ട് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ബൈ പറയാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഇന്ന് വന്നിരുന്നത് പാലയിലെ ഹിൽ ഫോക്സ് എന്ന ജിമ്മിലായിരുന്നു. നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിന്റെ 4ാം നിലയിൽ അതിലും നീണ്ടു നിവർന്ന് കിടക്കുന്ന, അല്ല, ബിൽഡിങ്ങിനേക്കാൾ നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റില്ല ബിൻസി, കാരണം ബിൽഡിങ്ങിന്റെ ഉള്ളിലാണല്ലോ ഇത് വരുന്നത്. നീണ്ടു നിവർന്ന് തന്നെയാണ് കിടക്കുന്നത്. മതി. ആണല്ലേ? ഓക്കെ, അപ്പൊ ബിൻസി സ്ക്വയർ ഫീറ്റ് ബിൻസി ചമ്മിയിടത്തുനിന്ന് ഞാൻ തുടങ്ങുവാണ്. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായിട്ടുള്ള ഒരു ഹെൽത്ത് ക്ലബ്ബ് കണ്ടതിന്റെ സന്തോഷത്തിൽ, ഒരുപാട് പേരെ പരിചയപ്പെട്ടതിന്റെ സന്തോഷത്തിൽ നമ്മൾ പാലയിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി തുടങ്ങുവാണ്. അതെ അതെ അതെ. അങ്ങനെ എന്നെ എല്ലാവരും കണ്ടു, ഞാൻ എല്ലാവരെയും കണ്ടു, പരിചയപ്പെട്ടു. നമ്മുടെ ഈ ഒരു വരവിന്റെ ഉദ്ദേശം തന്നെ ലഹരിക്കെതിരെ നമ്മൾ നോ പറഞ്ഞുകൊണ്ട് ഫിറ്റ്നസിലേക്ക് തിരിയുക എന്നുള്ളതായിരുന്നു. അങ്ങനെ തിരിഞ്ഞ ഒരാള് നേരിട്ട് നമ്മളോട് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. ഓക്കെ, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇപ്പോൾ ഹെൽത്ത് ചിന്തകളൊക്കെ വരട്ടെ, അല്ലെങ്കിൽ ഫിറ്റ്നസ് ചിന്തകളൊക്കെ വരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് 2 പേരാണ് സ്റ്റാൻഡ് വിട്ട് പോകുന്നത്, ബിൻസിയും വീണുവും. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.